Come on, orchestra in position and tune up, please. Violas, an octave down on the contrary motion, okay? Okay, quiet please, quiet please. Horns. Okay, 43 bar stress. Play F natural, not F sharp. Singers, Mahanu Bhavalu Murikenda, ചേർത്ത് പാടണം. Okay. Okay, quiet please. Ready.
സർ, അവാർഡ് കിട്ടിയ ആൽബത്തിന് റിതം ഓഫ് ലവ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? റിതം ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ. എന്നെ ഞാനാക്കിയ ഏതോ അദൃശ്യ ശക്തിയുടെ സ്നേഹത്തിന് മുന്നിലുള്ള എൻ്റെ സാഷ്ടാംഗ പ്രണാമമാണ് റിതം ഓഫ് ലവ്. ഈ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ താങ്കളാണ്. അതിലെന്ത് തോന്നുന്നു? ആദ്യത്തെ ഇന്ത്യക്കാരൻ, രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നൊന്നുമില്ല സുഹൃത്തെ. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാളെ മറന്നുകൊണ്ട് അഹങ്കരിക്കാൻ എനിക്കെന്തോ സാധിക്കാറില്ല. ഈ ആൽബം ഏതോ വലിയ മനുഷ്യനുള്ള സമർപ്പണമാണെന്ന് സർ പറയുകയുണ്ടായി. അദ്ദേഹം ആരാണ്? അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ്. ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും ഇന്നെൻ്റെ മുന്നിൽ എത്തിച്ച എൻ്റെ പുതിയ സിംഫണി റിതം ഓഫ് ലവ്. മറ്റന്നാൾ ഓസ്ട്രേലിയയിൽ മെൽബേണിൽ ഗ്രാൻഡ് തിയേറ്ററിൽ വെച്ച് നിങ്ങൾ വിശ്വസംഗീത പുരസ്കാരം എന്ന് പറയുന്ന ആ ദക്ഷിണ ഞാൻ കൈനീട്ടി വാങ്ങും. അത് സാഷ്ടാംഗം സമർപ്പിക്കുവാൻ ഒരു കാലടി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കൃഷ്ണമണിയിൽ സംഗീതത്തിൻ്റെ പ്രകാശം സൂക്ഷിച്ച ഒരു മഹാരാജാവിൻ്റെ കാലടി. ഈ ചിത്രം കണ്ടില്ലേ? ഞാൻ പഠിച്ച ഹോളി ഫാദർ കോളേജ് ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഗീത ഉപകരണമാണിത്. ആ മഹാരാജാവിൻ്റെ ഹൃദയമിടിപ്പ് സംഗീതമായി ഉണരുന്നത് ഇവിടെ നിന്നാണ്. കാതോർത്താൽ എനിക്ക് ആ ഹൃദയമിടിപ്പ് ഇപ്പോഴും കേൾക്കാം. റിതം ഓഫ് ലവിൻ്റെ ആരംഭം ആ ഹൃദയമിടിപ്പിൽ നിന്നുമാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സറിയാവുന്ന ഒരാളെയാണ്. അങ്ങനെ ഒരാളിപ്പോൾ എവിടെയുണ്ട്? നൃത്തം വെക്കാൻ ഇന്നലെ എങ്ങാണ്ട് കീ കൊടുത്തതാ. ഇപ്പോഴാ 36 ഒന്ന് ഇളകി കിട്ടിയത്. ഇതല്ലല്ലോ 30 സാധാരണ പാടാറ്. ഇന്നത്തെ മാറ്റി പാടുന്നത്. ചില ഡാൻസിംഗ് ഡോളിൽ 1-2 ട്യൂൺ ഉണ്ടാവും. ഓരോ നേരത്തെ ഓരോന്ന് പാടും. ഇതാദ്യമായിട്ടാ 30 സ്ഥിരം പാടുന്നത് വേറൊന്നാ. Hey father, wait. I know this music. Black memories. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കലാതിലകം കിട്ടിയില്ലേ? ഫൈനൽ റൗണ്ടിൽ ഇതായിരുന്നു എൻ്റെ ഡാൻസിന്റെ തീം. അയാളുടെ പേരെന്തായിരുന്നു? നാവൻ്റെ തുമ്പിലിങ്ങനെ വരുന്നുണ്ട്. ആ ആൽബം ആദ്യം അവതരിപ്പിച്ചത് കൽക്കട്ടയിലായിരുന്നു ഫാദർ. അന്ന് അവിടെ സംഘാടകരുമായി അടിയും പിടിയും ഉണ്ടായി. പത്രത്തിലൊക്കെ വന്നിരുന്നു. കൃഷ്ണമൂർത്തി, വിശാൽ കൃഷ്ണമൂർത്തി. യെസ്. അയ്യോ, എന്റെ കൃഷ്ണൻ
അവൻ അസലായിട്ട് പാടും, അതിലും അസലായിട്ട് തല്ലും. മൂർത്തിയും കീർത്തിയൊക്കെ നിങ്ങൾക്ക്. എനിക്കവൻ കൃഷ്ണനാ, എന്റെ കൃഷ്ണൻ. അവൻ ഈ കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു. സാക്കാല കരിമരുന്നും അവൻ്റെ കയ്യിലുണ്ട്. അവനില്ലാത്ത ഒരു പ്രോഗ്രാമും കോളേജിൽ ഉണ്ടായിരുന്നില്ല. ദാ അവന്റെ ഫോട്ടോ നോക്കേ. എവിടെ നോക്കട്ടെ. എന്താ ഇതിലാരാണ് ഫാദർ അയാള്? അതിൽ ലോഹയും ധരിച്ച് ചിരിച്ചു നിൽക്കുന്നത് ഞാൻ, കഴുത്തിൽ കയറും ധരിച്ച് ചിരിക്കാതെ നിൽക്കുന്നത് അന്നിവിടെ 26 ലിറ്റർ പാല് കറക്കുമായിരുന്ന പശു. എന്റെ ക്യാമറയിൽ അവനെടുത്ത ഫോട്ടോയാ. എങ്ങനുണ്ട്? പശു അസലായിട്ടുണ്ട്. 26 ലിറ്ററാ കറന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്നുമില്ലേ ഫാദർ? ഇല്ല മക്കളെ, ഞാനും അവനും കൂടെ ഉള്ളതൊന്നുണ്ടായിരുന്നു, അത് അവൻ കൊണ്ടുപോയി. ഫാദർ വിളിച്ച ഈ പ്രോഗ്രാം സംവിധാനം ചെയ്യാൻ അദ്ദേഹം വരില്ലേ? അദ്ദേഹത്തെ കിട്ടിയ ഈ പ്രോഗ്രാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ നന്നാവും. അതിന് കിട്ടണ്ടേ? എവിടെയാന്ന് വെച്ചിട്ടാ ഒന്ന് അന്വേഷിക്കുന്നേ. ഒരു 8-9 കൊല്ലത്തിന് മുമ്പ് ഈ പറഞ്ഞ ആൽബത്തിലൊന്ന് അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറെ പുരാവസ്തുക്കളുടെ ഫോട്ടോയും അയച്ചു തന്ന് ആ ബിസിനസ് ചെയ്യാണെന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. പിന്നെ ഒരു വിവരവുമില്ല. അവന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വല്ല പാരീസിലോ അമേരിക്കയിലോ മറ്റോ കാണണം. ഇത് വായിക്കുമ്പോൾ നീ എത്രത്തോളം തിരക്കിലാണെന്ന് എനിക്കറിയില്ല. കാര്യങ്ങളൊക്കെ ഞാനിതിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം കൂടെ കഴിയാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം നീ സ്വീകരിച്ചാൽ അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ വിലാസത്തിരക്കി ഞാൻ വീട് വരെ ചെന്നു. അമ്മ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്തായി? 3-4 പ്രാവശ്യം വായിച്ചല്ലോ, എന്ത് തീരുമാനിച്ചു? ഇതവരുടെ പ്രോഗ്രാമിൻ്റെ കഥയാണ്. ഇതൊന്നും ശരിയാവില്ല, ഞാൻ പോകുന്നില്ല. കുറച്ച് ദിവസം എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് ഇന്നലെയും കൂടി പറഞ്ഞതല്ലേ? അതിനൊരു സ്ഥലം കിട്ടിയില്ലേ? പൊയ്ക്കൂടെ? സ്വസ്ഥത കിട്ടാൻ അവിടെ പോയാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ഇപ്പോഴത്തെ സ്വസ്ഥത പോകും. എനിക്ക് ആ കോളേജിനോട് വെറുപ്പായിട്ടാകെ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ അന്നത്തെ മാനേജ്മെൻറ്റ് പുറത്താക്കിയത്? അതിനുശേഷം എനിക്ക് ഗതി പിടിച്ചിട്ടുണ്ടോ? അന്ന് തുടങ്ങിയ അലച്ചിലല്ലേ എന്നെ ഇവിടം വരെ എത്തിച്ചത്. നീ എന്ത് പറഞ്ഞാലും ശരി, വേണ്ട, ഞാൻ പോണില്ല. അവിടുന്ന് തുടങ്ങിയ അലച്ചില് അവിടെ തന്നെ കൊണ്ടുപോയി കള. അതോടെ എല്ലാം തീരും. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ഡാൻസ് അച്ഛന് പരിക്കു പറ്റിയപ്പോൾ ഈ പ്രോഗ്രാം വേണ്ട എന്ന് പറഞ്ഞ അതേ മാഡം തന്നെ ഇന്നലെ എന്നെ വിളിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു. ഡൽഹിയിലെ മത്സരത്തിൽ നിങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയാൽ ഈ കോഴ്സ് പൂർത്തിയാക്കാനുള്ള പേഴ്സണൽ സ്കോളർഷിപ്പ് മാഡത്തിന്റെ ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഈ കോളേജിനോടും നിങ്ങളോടുമൊക്കെ മാഡത്തിന് പ്രത്യേകമായ ഒരു വാത്സല്യമുണ്ട്. ഈ കാണുന്ന സകലതും അവരുടെ അച്ഛൻ വില്യം ഇഗ്നേഷ്യസ് ഉണ്ടാക്കിയതാണ്. മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ചെറിയ പള്ളിക്കൂടമാണ് ഇന്ന് ഹോളി ഫാദർ കോളേജ് എന്ന പേരും പറഞ്ഞ് തലയും ഉയർത്തി പിടിച്ചു നിൽക്കുന്നത്. 16 വർഷത്തോളം മാഡം ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അവർക്ക് സംഗീതത്തിലും സാഹിത്യത്തിലും ഡോക്ടറേറ്റ് ഉണ്ട്. സ്കോളർഷിപ്പ് തരുന്നത് ഞാനല്ല മക്കളെ. മാഡം തരുന്ന സ്കോളർഷിപ്പ് കിട്ടാൻ എന്നെ തൊഴുതു പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് അതൊക്കെ വാങ്ങിക്കേ. പിറകിലേക്ക് നോക്കൂ മകനെ. എന്റെ പിശുകായി എത്ര ദിവസമായി കാത്തിരിക്കുന്നു. അമേരിക്ക എന്നോ അതോ പാരീസിൽ നിന്നോ. ഇതാ നമ്മുടെ വിശാൽ കൃഷ്ണമൂർത്തി. നമ്മൾ ആഗ്രഹിച്ചു, ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ തൽക്കാലം എൻ്റെ കയ്യിലില്ല. ഓക്കെ, നിങ്ങൾക്കെന്നെ വിശാൽ എന്നോ മൂർത്തി എന്നോ വിളിക്കാം.
ഇതെൻ്റെ കോളേജാണ്. എന്നെ അറിയാത്ത ഒന്നും ഇവിടെ എങ്ങുമില്ല. ഇവിടെ നിന്നാൽ എനിക്ക് എൻ്റെ പഴയ ശബ്ദം കേൾക്കാം. കണ്ണടച്ചാൽ എൻ്റെ സുഹൃത്തുക്കളെ കാണാം. ആരുടെ പ്രേരണ കൊണ്ടാണ് നിങ്ങൾ എന്നെ ക്ഷണിച്ചത് എന്ന് എനിക്കറിയില്ല. അതാരായാലും അവരോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഈശ്വര, ഞാനിത് മുൻപും കേട്ടിട്ടുണ്ട്. ആരാത് വായിക്കുന്നത്?
ടേപ്പ് വെട്ടിട്ടുണ്ട്. കുട്ടിയേതാ? സർ, ഞാൻ സ്നേഹ. ഓ സ്നേഹ, മേരി, നിഖിൽ മഹേശ്വരൻ്റെ മേരി. മേരി മേരി ഇരിക്കെ. ആരും കാത്തു നിൽക്കുന്നത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും വരാന്തയിലും മുറ്റത്തും ഒക്കെ ആയി നിന്ന് കറങ്ങുകയായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കിന്നലെ ഉറങ്ങാൻ പറ്റില്ല. ഫാദർ എഴുതിയ കഥയിലെ കാമുകിയായ മേരി നിഖിൽ മഹേശ്വരനോട് തൻ്റെ പ്രണയം ആദ്യമായി അറിയിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ഉണ്ട്. അത് ഫാദർ എഴുതിയത് ഞാൻ വായിച്ചു. അത് ശുദ്ധ ബോറാണ്. ഞാനത് മാറ്റി. പണക്കാരനായ പ്രഭുവിൻ്റെ സുന്ദരിയായ ഒരേ ഒരു മകളാണ് മേരി, അല്ലേ? അവൾ സംഗീതം അറിവുള്ളവളാണ്. അത്രയും അറിവുള്ള മേരി സാധാരണക്കാരനായ നിഖിൽ മഹേശ്വരനെ പ്രണയിക്കണമെങ്കിൽ അവനിൽ അസാധാരണമായ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ പോയിട്ട് ഇത്ര വർഷമായിട്ടും തിരിച്ചു വരാത്ത നിഖിൽ മഹേശ്വരനെ മേരി ഇനി കാത്തിരിക്കില്ല, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്, ഏതാണ്ട് ഇതുപോലെ. ഇത് സാറ് കമ്പോസ് ചെയ്താണോ? ഞാനല്ല, നിഖിൽ മഹേശ്വർ. അങ്ങനെ ചിന്തിക്കുക, എന്നിട്ട് കണ്ണടച്ച് കേക്ക്. വണ്ടർഫുൾ കോമ്പസിഷൻ. ഞാൻ സാറിന്റെ ബ്ലാക്ക് മെമ്മറീസ് കേട്ടിട്ടുണ്ട്. അതിനകത്തും ഈ മെലഡിയുടെ ഒരു ചായ ഉള്ളതുപോലെ തോന്നുന്നു. അസലായിട്ടുണ്ട് മോനെ. ഇപ്പോഴാണ് ഈ പ്രോഗ്രാമിനൊരു ജീവൻ വെച്ചത്. ഇനി ഒന്നും നോക്കാനില്ല, നീ അടിച്ചു പൊളിക്ക്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ? മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോ, മൺവാസനയിൽ നെഞ്ചിൽ പോ. പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയമനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെന്നല്ല, വെറുമൊരു മിണ്ടാ പെണ്ണല്ല, പാടാം
ചന്ദ്രികാലോലമാം പൊൻകിന പന്തലിൽ മിന്നിലേ മിന്നിലൻ കവിതയായി മാറി നെഞ്ചും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ഇന്ദുകളങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു. അറബിക്കനവുകൾ വിടരുമ്പോൾ നീലക്കടലല ഇളകുമ്പോൾ കാനന മുരളിക കോമളരാഗം മന്ദം പാടി. ആരു നീ ലൈലയോ പ്രേമ സൗന്ദര്യമോ, ആരു നീ മജ്നുവോ സ്നേഹ സൗഭാഗ്യമോ, നീയാണെൻ നിലവിൽ പ്രിയരാഗപ്പുലർവാനം. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി. മേരി, ഈ ആഹ്ലാദം നിന്നെ വേദനിപ്പിക്കുകയുള്ളൂ. ഞാൻ മേരിക്ക് യോജിച്ചവനല്ല. എനിക്ക് മേരിയെ സ്നേഹിക്കാനേ കഴിയൂ, ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. Stop it! നിഖിൽ മഹേശ്വരന്റെ കാമുകി മേരിയല്ല. അവളെ ഇങ്ങനെ മേരി മേരി എന്ന് വിളിച്ച് കഷ്ടപ്പെടണ്ട. മേരി എന്നാണ് ഫാദർ എഴുതി വെച്ചത്. അതെ, മേരി എന്നാണ് ഞാൻ എഴുതിയത്. മേരി നല്ല പേരല്ലേ? മേരി നല്ല പേരാണ്. പക്ഷെ നിഖിൽ മഹേശ്വരനെ സ്നേഹിച്ചത് മേരിയല്ല. പിന്നെ ആര്? ആ പേര് മാറ്റണം. ഞാനിപ്പോ പറയാം. We must give her another name. Yes, Alina. Alina! Call her Alina. നിഖിൽ മഹേശ്വരന്റെ കാമുകി അലീനയാണ്. ഇവളെ അലീന എന്ന് വിളിക്കൂ. മേരി നല്ല പേരല്ലേ? ആ പേര് മാറ്റണോ മോനെ? മാറ്റണം. കുറെ നേരമായി ഞാൻ മേരി മേരി എന്ന് കേൾക്കുന്നു. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. മേരി പോട്ടെ, അലീന മതി. പൊയ്ക്കോട്ടെ, അലീന വന്നോട്ടെ, പ്രോഗ്രാം നന്നാവട്ടെ. Okay, come on Manoj. Start from the last dialogue. മേരി, ഈ ആഹ്ലാദം Bullshit! അവൾ മേരി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അലീന. Call her Alina. Alina Jagri. മനസ്സിന്റെ വിശുദ്ധി മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവളാണ് അലീന. അവളെ പേരെടുത്ത് വിളിക്കുന്നതിൽ പോലും ഒരു ബഹുമാനം വേണം. ഈ സംഭാഷണം ഇങ്ങനെയല്ല പറയേണ്ടത്. ഇങ്ങനെ പറയൂ. അലീന, പറയൂ. നീ ഇഷ്ടപ്പെടുന്നത് എന്നിലെ സംഗീതത്തെയാണെങ്കിൽ അതെന്നിൽ നിന്നും മാഞ്ഞു പോകുന്നതോടെ
നിന്റെ സ്നേഹവും മാഞ്ഞു പോവില്ലേ? അലീന, നീ എന്നെ എന്തിനിങ്ങനെ സ്നേഹിക്കുന്നു? എവിടെ നിന്നോ വന്നൊരു പരദേശി, ഈ നാട് സ്വന്തമല്ലാത്തവൻ. ഡയലോഗ് മാറി ഫാദർ. അലീന, പറയൂ, നീ എന്നെ എന്തിനിങ്ങനെ സ്നേഹിക്കുന്നു? മഹേശ്വർ, അങ്ങനെ അലീന എന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദത്തിലെ സ്നേഹവും സംഗീതവും വേർതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മുന്നിലെ ഈ സൂര്യവെളിച്ചത്തിൽ അങ്ങിതാ പ്രകാശിച്ചു നിൽക്കുന്നു. അലീന, എന്നെ ഈ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് ഇയാളെന്താ ഇവളുടെ കൈ പിടിച്ച് മുത്തുന്നേ? കൃഷ്ണ, ഇനി മുത്തും, എനിക്ക് ഇഷ്ടമുള്ളത്ര മുത്തും. നീയാണോ പുള്ളിയെ ചോദിക്കാൻ? വേണ്ട മോനെ, പ്ലീസ് വേണ്ട. എന്നെ അവൻ അറിയില്ല. ഒരു പിടുത്തം പിടിച്ച 4 കഷ്ടാവും. എന്നെ കൊണ്ട് പിടിപ്പിക്കരുത്. ഇവനാരും എന്നെ തള്ളിയിടാൻ. ജീവിതം എന്താ, നാടകം എന്താന്ന് അറിയാത്ത ഇവനെയൊക്കെ വെച്ച് ഇതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. ഒലക്കാട് മൂട്, എന്നെ വിട്. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോണം. അവനൊരു അബദ്ധം പറ്റിയതാ, വിട്ടുകളാ. കരച്ചിൽ നിർത്തടി. നിന്റെ ആ സംഭാഷണം കൊള്ളാം അനി, അത് റെക്കോർഡായി കാണും. അത് എഴുതിയെടുത്തോ, കളയണ്ട. ഓ, എന്താ ഇത് മോനെ? ഈ മനോജിന് എന്തു പറ്റി? ഇവന് ഭ്രാന്തായോ? അതിന് നീ എന്തിനത്ര ചൂടാണേ? അയാളെന്തിനാ ഇല്ലാത്ത ഡയലോഗ് ഉണ്ടാക്കിയത്? അവളുടെ കൈ പിടിച്ച് മുത്താൻ വേണ്ടിട്ടാ. അത് അവൾക്ക് മനസ്സിലായിട്ടില്ല എന്നാ നീ വിചാരിച്ചേ? നിനക്ക് ബുദ്ധിയില്ല. അയാൾ അവൾക്കിട്ടൊരു മുത്തം കൊടുത്തോട്ടെ. അത് കഴിഞ്ഞാ പിന്നെ അതേ ഡയലോഗ് നീയല്ലേ പറയേണ്ടത്. ആ സമയത്ത് നന്നായിട്ടൊന്നും മുത്തിക്കൂടായിരുന്നോ? ഇപ്പോഴെന്തായി? ആ ചാൻസ് പോയിന്ന് മാത്രല്ല, ആ ഒരൊറ്റ മുത്തം കൊണ്ട് അവൾ അയാളുടെ ഒക്കത്ത് എത്തുകയും ചെയ്തു. ഇനി താഴ്ത്ത് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നീ നോക്കിക്കോ, ഈ പ്രോഗ്രാം ഞാൻ അയാളെ കൊണ്ട് ചെയ്യിക്കില്ല. എടാ മനോജ്, അയാൾ ഈ കോളേജിലെ പണ്ടത്തെ വില്ലനാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ വില്ലത്തരം എന്താണെന്ന് അയാൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പഠിപ്പിക്കും. എനിക്ക് വയ്യ. ആ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാനാ ഞാൻ വന്നത്. ബാങ്ക് നമുക്ക് പുതിയ ലോൺ പാസ്സാക്കി. ചെക്ക് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ ഒപ്പിട്ട് തരണം. പിന്നെ 2 പുതിയ ബയേഴ്സ് വന്നിട്ടുണ്ട്. മന പൊളിച്ചപ്പോൾ വിൽക്കാൻ കഴിയാതെ വെച്ച പല പഴയ ഉരുപ്പടികൾക്കും ഇപ്പം ആവശ്യക്കാർ വന്നിട്ടുണ്ട്. അതങ്ങ് കൊടുത്തേക്കല്ലേ? എൻ്റെ മനസ്സിലിപ്പോൾ ഈ കാര്യങ്ങളൊന്നുമില്ല. ഒരു അലീനയും നിഖിൽ മഹേശ്വരും മാത്രമേ ഉള്ളൂ. അതാര് അലീന? നിഖിൽ മഹേശ്വരൻ്റെ കാമുകി. അതാര് നിഖിൽ മഹേശ്വർ? അലീനയുടെ കാമുകൻ. ബെസ്റ്റ്. ഏതായാലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ മൂർത്തി കുഞ്ഞ് എഴുതാനുള്ള പുറപ്പാടാണെങ്കിൽ ഞാൻ ഉറങ്ങാനുള്ള പുറപ്പാടാണ്. ലൈറ്റ് എപ്പോൾ ഓഫ് ചെയ്യും? എനിക്ക് മനസ്സുള്ളപ്പം മതി. മനസ്സുണ്ടായാൽ മതി. ഉറങ്ങുന്ന കാര്യം ഞാൻ ഏറ്റു. അലീന, ഞാൻ തിരിച്ചു വരും. നിന്റെ കാത്തിരിപ്പിൻ്റെ ഏതോ ഒരു മുഹൂർത്തത്തിൽ, എൻ്റെ കാലടി വെച്ച ഇത്താക്കെ മര്യാദയ്ക്ക് കിടന്ന് എൻ്റെ ഇത് വാങ്ങിക്കരുത്. ആ കൈ തട്ടില്ലെന്ന് പറഞ്ഞാ കൊരക. കൈ തട്ടിയെന്നാ പിന്നെ കൈ തട്ടി പിന്നെ എനിക്കറിയില്ല. അറിഞ്ഞോളേ. ആ
പരമേശ്വരൻ, 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 അത് കേൾക്കുന്നില്ലേ? അതാരാ ഈ രാത്രി ചാപ്പലിൽ നിന്നത് വായിക്കുന്നത്? ഞാനും കേൾക്കുന്നുണ്ട്. കുട്ടികളാരെങ്കിലും? കുട്ടികളോ? ഏത് കുട്ടികൾ? കുട്ടികൾക്ക് കളിക്കാനാണോ ഞാൻ അതവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? നോ, അത് മറ്റാരോ ആണ്. എനിക്കതാരാണെന്ന് അറിയണം. പരമേശ്വരൻ വരൂ, നമുക്കത് പോയി നോക്കാം. വേണ്ട മാഡം, രാത്രിയാണ്. ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. നമുക്ക് നാളെ രാവിലെ പോയി അന്വേഷിക്കാം. കഴിഞ്ഞു, അത് പോയി. ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല മാഡം, പ്ലീസ് മാഡം ഇത് ഇഷ്യൂ ആക്കരുത്. അദ്ദേഹം കുഴപ്പക്കാരനല്ല. ഇതിൽ തൊട്ടുപോയത് മാഡം, ഞങ്ങൾ ഇദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയതാണ്. എനിക്കറിയാം ഇവനെ. ഒരിക്കൽ ഇവനെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കിയതാണ്. വീണ്ടും ഇതിനകത്ത് ഇവനെ കയറ്റാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ആരാ നിങ്ങൾക്ക് അതിന് സമ്മതം തന്നത്? ഇവന് കയറിയിരുന്ന് പാടാനുള്ളതല്ല ഇത്. അതിനല്ല ഞാനിതിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. മോനെ കൃഷ്ണ, ഫാദർ ഒന്ന് ചുമ്മാതിരി. ഈ പെണ്ണുമ്പിള്ള എന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ഇവർക്കിനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാവുന്നതിന്റെ പരമാവധി ഇവർ ചെയ്തു കഴിഞ്ഞു. ഇറക്കി വിടുന്നുണ്ട് അവനെ. അത് പണ്ട് 8 വർഷം മുൻപ്. അന്ന് ഇതിനകത്ത് കയറി ഈ സാധനം വായിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പുറത്താക്കി, എന്റെ പഠിപ്പ് മുടക്കി. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് എഴുതി തന്നില്ലേ? ഈ കാലിൽ നമസ്കരിച്ചില്ലേ? പരീക്ഷയെങ്കിലും എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചിയില്ലേ? അന്ന് ഇറങ്ങിപ്പോയി ജീവിതം മരവിച്ച വിശാൽ കൃഷ്ണമൂർത്തിയല്ല ഈ ഞാൻ. ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥിയാണ്. എന്നെ ക്ഷണിച്ചത് നിങ്ങളും ഈ പ്രിൻസിപ്പൽ അച്ഛനൊന്നും അല്ല. തൽക്കാലം അമ്മച്ചി പോ. ഇത് നിങ്ങൾ ഇനി തൊട്ടുപോരുത്. ഇനി ഇതാരെങ്കിലും തൊടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഞാനേ ഇത് വായിക്കൂ. മാഡം ആഞ്ചലിന ഇഗ്നീഷ്യസ്, നിങ്ങൾ എന്നോട് കാണിച്ച തെറ്റിന് മാപ്പ് തരാൻ എന്നെ ഉപദേശിച്ച ഒരമ്മ എനിക്കുണ്ട്. വാശി കാണിച്ച് പണ്ടത്തെ പോലെ എന്നെ പുറത്താക്കാൻ ആളെ വിടാനുള്ള വല്ല ചിന്തയുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാനും മറക്കും. മോനെ, എന്തിനാ നീ ഇത് വായിച്ചത്? ഞാനൊന്നുമല്ല ഫാദർ വായിച്ചത്. പോടാ, ഇന്നലെ നീ ഇത് വായിച്ച ഞാനും കേട്ടതല്ലേ? ഞാനല്ല ഫാദർ വായിച്ചത്. പിന്നെ ആരാ വായിച്ചത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഫാദർ ഒന്ന് ചുമ്മാതിരി. അവരെന്ത് ബഹളം വെച്ചാലും ഇതിൻ്റെ സത്യം അറിയാതെ ഞാൻ പോവില്ല. ഞാൻ ഇത്രയും കാലം അനുഭവിച്ച വേദന അതെന്തിനായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു, എനിക്കതറിയണം. ഞാനത് കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. വരൂ. പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു വിട്ട ആളാ. പ്രിൻസിപ്പാളച്ഛൻ എഴുതിയതെല്ലാം ഞാൻ വായിച്ച് കേട്ടു. ആ സംഗീതോപകരണം അലീന മോക്ക്
അവളുടെ പപ്പ പണ്ടെങ്ങാണ്ടോ കൊടുത്തതാ. അലീന മോൾക്കോ? ആരാണ് അലീന? മാഡത്തിൻ്റെ പേര് ആഞ്ചലീന എന്നല്ലേ ഫാദർ? അവക്ക് പള്ളിയിലിട്ട പേരാണ് അലീന. കുട്ടി പറഞ്ഞത് എല്ലാവരും വിളിക്കുന്ന പേരാ. അലീന എന്നുള്ള പേര് ആർക്കും അറിയില്ല. പഴയ കാലത്തെങ്ങാണ്ട് കൈമാറി കിട്ടിയതാ. 7 bells എന്നാണ് അതിനെ ഞങ്ങൾ വിളിച്ചത്. അത് വായിക്കാൻ വടക്കുന്ന് ഒരാൾ വന്നു. അവനും അവളും ഇഷ്ടത്തിലായിരുന്നു. അയാളുടെ പേരെന്താ? എന്തോ വലിയ പേരാണ്. അച്ഛനത് ഓർമ്മയുണ്ടോ? പുസ്തകങ്ങൾ ലൈബ്രറിയിൽ കാണും. മാഡത്തെ അദ്ദേഹം വിവാഹം കഴിച്ചില്ലേ? അതിനു മുമ്പേ മഹേശ്വരൻ പോയി കളഞ്ഞു. ആര് ഫാദർ? താലികെട്ടിന് സമ്മതം വാങ്ങാൻ പോയവൻ തിരിച്ചു വന്നില്ല. കുട്ടി ഇപ്പോഴും കാത്തിരിക്കുക. അയാളുടെ പേരെന്താ ഫാദർ? എപ്പോഴാണ് അയാൾ പോയത്? പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല? അച്ഛനിപ്പോൾ എങ്ങനെയാ? കുറച്ച് നേരം എന്തെങ്കിലും ഓർത്ത് പറഞ്ഞാൽ പിന്നെ അതായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ. പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും സംസാരിക്കില്ല. സാരമില്ല, ഞാനവിടെ തന്നെ ഇരിക്കാം. എനിക്ക് കുറേ കാര്യങ്ങൾ കൂടെ അച്ഛനോട് ചോദിച്ചറിയാനുണ്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്തായിരുന്നു രാവിലെ ബഹളം? മാഡം ഇവിടെ വന്നതും സാറുമായിട്ട് വഴക്കായതും പ്രിൻസിപ്പൾ അച്ഛൻ പറഞ്ഞു. ആ സമയത്ത് ഞാനും ഇങ്ങോട്ട് വന്നിരുന്നു. മാഡത്തിന്റെ ബഹളം കണ്ടപ്പോൾ പേടിച്ച് തിരിച്ചുപോയി. താനെന്തിനാ ഇപ്പോൾ വന്നത്? ഇന്നലെ രാത്രി സാർ ഇത് വായിക്കുന്നത് ഞാൻ കേട്ടു. ഇതിങ്ങനെ ഇവിടെ കാണാന്നല്ലാതെ ആരും പ്ലേ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാത്രി തന്നെ വരാൻ വിചാരിച്ചതാ. ആനിക്കുരിയും കണ്ടുപോയി, അല്ലെങ്കിൽ ഞാൻ വന്നേനെ. ഇതെന്താ ഇപ്പോൾ ഒരു മണിയടി? അറിഞ്ഞില്ലേ, കോളേജിൽ പഴയൊരു പ്രിൻസിപ്പൾ അച്ഛൻ ഉണ്ടായിരുന്നു, ഫാദർ സ്തേവ. അദ്ദേഹം കുറച്ചു മുൻപ് മരിച്ചു.
നിറയുന്നു മൊഴിയിടറുന്നു അറിയാതൊഴുകി വേദനകൾ നിലയറിയാതെ ഇടമറിയാതെ തേടുകയാണെൻ വ്യാമോഹം ഒരു തീരാ സ്വപ്നം മാത്രം തേങ്ങി നെഞ്ചിൽ ഒരു തീരാ ദാഹം മാത്രം വീഴുന്നു ഇനിയെന്നും നീതിലേ വരും ഒരു സ്നേഹരാഗം പാടാം Seven bells. കണ്ടോ, സ്തേവാച്ചൻ പറഞ്ഞ പുസ്തകങ്ങളിലൊന്ന് ഇതാണ്. വേറെ ഉണ്ടാവും. ഇതാ ചാപ്പലിൽ മാഡം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 7 bells. മാഡം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവരിങ്ങനൊരാളെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. സ്നേഹിച്ചിരുന്നു, ഒരുതരം ഡീപ്പ് പാഷൻ. ആ സംഗീത ഉപകരണം വായിക്കാൻ അറിയാവുന്ന ഒരാളെ മാഡത്തിൻ്റെ പപ്പ വില്യം ഇഗ്നീഷ്യസ് ആഗ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരുന്നു. മഹേശ്വരൻ എന്നായിരുന്നു അയാളുടെ പേര്. മാഡത്തിൻ്റെ പ്രബന്ധത്തിൽ നിന്ന് ഫാദർ എടുത്ത മഹേശ്വരം മാഡം സ്നേഹിച്ചിരുന്ന മഹേശ്വരം ഒരാളാണ്. അന്ന് മാഡത്തിന് 18 വയസ്സ്. 5 വർഷക്കാലം അയാൾ ഇവിടെ താമസിച്ചു. അവർ പരസ്പരം സ്നേഹിച്ചു. ഇഷ്ടമില്ലാതിരുന്നിട്ടും വില്യം ഇഗ്നീഷ്യസ് അവരുടെ വിവാഹം തീരുമാനിച്ചു. പക്ഷേ ആ വിവാഹം നടന്നില്ല. കണ്ടോ മഹേശ്വരൻ്റെ അന്നത്തെ കൈയക്ഷരം? ഏതോ സംഗീതത്തിലെ നൊട്ടേഷനുകൾ എഴുതിയതാണ്. ഫാദർക്കറിയാം, വിവാഹത്തിന് അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങാൻ പോയ മഹേശ്വർ പിന്നെ തിരിച്ചു വന്നില്ലെന്ന് സ്തേവാച്ചൻ എന്നോട് പറഞ്ഞു. അയാൾ തിരിച്ചു വരുമെന്ന് മാഡം ഉറച്ചു വിശ്വസിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭീതി തോന്നും. അപ്പോൾ സ്തേവാച്ചനടുത്തേക്ക് ഓടിച്ചെല്ലും. മഹേശ്വർ വരുമോ എന്ന് ചോദിക്കും. അയാൾ തിരിച്ചു വരുമെന്ന് സ്തേവാച്ചൻ മറുപടിയും പറയും. വർഷം കഴിയും തോറും ആ കാത്തിരിപ്പിൻ്റെ ശക്തിയും കൂടിക്കൂടി വന്നു. ഇന്നും ആ സപ്തസ്വരമണികളും തുടച്ചു വെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് സ്തേവാച്ചന് നന്നായിട്ടറിയാം. ആ വേദന എന്നോട് പറഞ്ഞു തീർത്തിട്ട് സ്തേവാച്ചനും പോയി. സത്യം പറഞ്ഞാൽ സ്വന്തമെന്ന് പറയാൻ മാഡത്തിന് ഇപ്പോൾ ആരുമില്ല. അവർ തനിച്ചാണ്. അയാൾ എന്താ വരാഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നുകിൽ അയാൾ വല്ല അപകടത്തിലും പെട്ടിരിക്കും, അല്ലെങ്കിൽ ആഗ്രയിൽ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും. എന്തോ എനിക്കറിയില്ല, അതവരുടെ കാര്യം. എനിക്ക് സന്തോഷം തരുന്നത് എത്രയോ വർഷം മുൻപ് മാഡം സ്നേഹിച്ചിരുന്ന ആ മനുഷ്യൻ്റെ ഇത്രയും കാലം മറ്റാരും കാണാതിരുന്ന ഈ കൈയക്ഷരമാണ്. ഇതെനിക്കൊന്ന് അതിൽ വായിക്കണം. മാഡം കേട്ടാ കേൾക്കട്ടെ. അപ്പോ നീയാണ് ഇതിനു മുമ്പ് അത് വായിച്ചതല്ലേ? ഇതുവരെ അത് വായിച്ചത് ഞാനല്ല. പക്ഷെ ഇനി ഇത് വായിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സ്നേഹ, അത് പിടിക്കേ. ശബ്ദം കേട്ട് മാഡം വന്നാൽ പ്രശ്നമാവും. ഈ പണി നമുക്ക് വേണോ? ഇപ്പോഴേ പ്രശ്നത്തില്ല, ഇനി എന്താ പ്രശ്നം? നീ സൂക്ഷിച്ചു വായിക്കേ.
കേട്ടിട്ട് മാഡം വന്നാലും എന്നെ കാണണ്ട. ഞാനൊന്ന് മാറി നിൽക്കാം. ഈശ്വര, ഈ കോമ്പോസിഷനാണ് ഞാൻ കേട്ടത്. എന്താ സാർ? നമുക്കൊരു സ്ഥലം വരെ പോണം. സാർ, എനിക്ക് പേടിയാവും, പ്ലീസ്. അയ്യോ. സാർ. അയ്യോ. അയ്യോ. സാർ, പ്ലീസ്. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. സാർ, അയ്യോ. അയ്യോ. സാർ, കേട്ടോ. പ്ലീസ്. തനിക്കിത് കണ്ണുകൂടെ? ഗേറ്റ് എടുത്തിട്ടാണില്ലേ? തന്നോടാണ് ഇത് അടച്ചിടാൻ പറഞ്ഞ? ഇത്രയും വലിയ ഗേറ്റല്ലേ, ഇത് തുറന്നിട്ടൂടെ? സാർ, ഇതുകൊണ്ടോ? ഇങ്ങനെ ഒരു മുറിവ് പറ്റുന്ന തന്റെ ബഹളം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഇനി അതിനെ നോക്കി പേടിപ്പിച്ച് വലുതാക്കണ്ട. ഒരു സൈക്കിളിൽ നിന്ന് വീഴാൻ പോലും അറിഞ്ഞൂടാ. എന്തോ നീയാള്? എനിക്ക് മാഡത്തെ ഒന്ന് കാണണം. അതിന് കാറിൽ വന്നാലേ ഇവൻ ഗേറ്റ് തുറക്കൂ, സൈക്കിൾ വന്നാൽ തുറക്കൂല. നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അനുവാദം ഇല്ലാതെ ആരെ അകത്ത് കടത്തി വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ താൻ പോയി അനുവാദം വാങ്ങിട്ട് വാ. എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനുമില്ല. നിങ്ങൾ പുറത്തു പോണം. പക്ഷെ എനിക്ക് സംസാരിക്കണമല്ലോ. അത് പറയാതെ പോയാൽ സ്തേവ അച്ഛൻ എന്നെ വഴക്ക് പറയും. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായി സംസാരിച്ചത് എന്നോടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, അദ്ദേഹത്തെ എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ സെമിത്തേരി വന്നത്. അവിടെ വെച്ച് എന്നെ ഇങ്ങനെ നിങ്ങൾ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. മാഡം ആഞ്ചലിന ഇഗ്നീഷ്യസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ആരാണെന്നും എന്നെ എന്തിനായിരുന്നു ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നും നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം തുടച്ചു വെച്ച് ഈ കാലം മുഴുവൻ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാനത് വായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിങ്ങൾ എന്നെ പുറത്താക്കി. അന്നും ഇതായിപ്പോഴും ഞാനല്ല അത് വായിച്ചത്. എനിക്കത് നേരാവണ്ണം വായിക്കാൻ അറിയില്ലെന്ന് എൻ്റെ കൂടെ വന്ന് സ്നേഹിക്കും അറിയാം. കള്ളം പറയുന്നോ? നിങ്ങളത് വായിച്ചത് ഞാൻ കേട്ടില്ലേ? അതിൽ കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? മതി, മാഡം കണ്ടു, ഞാനിരുന്നു, രണ്ട് ശരിയാണ്. എന്നാൽ നിങ്ങൾ കേട്ടത് ഇതല്ലേ? ഇത് ഞാൻ എഴുതിയതാണോ? ഇതെങ്ങനെ? എവിടുന്ന്? ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതാരുടേതാണെന്ന് എനിക്കറിയാം. ഈ സംഗീതമല്ലേ നിങ്ങൾ കേൾക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ അയാൾ വന്ന് ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം വായിക്കുന്നത് കേൾക്കാനല്ലേ നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത്? പ്രിൻസിപ്പൽ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വീണ്ടും വന്നത്. അല്ലാതെ നിങ്ങളോട് പക വീട്ടാനൊന്നുമല്ല. ഫാദർ എഴുതിയ ഒരു കഥ അവരുടെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, എന്നിലൂടെ അത് മാറാൻ തുടങ്ങി. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നെനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുന്നു. ഫാദർ എഴുതിയ കഥയിലെ നായിക തിരിച്ചു വരാത്ത കാമുകനെ കാത്തിരിക്കുന്ന ഒരു കാമുകിയാണ്. മേരി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. തുടക്കം അവിടെ നിന്നുമായിരുന്നു. എങ്ങനെയോ മേരിയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പേര് കിട്ടി. എന്ത് പേര്? അതാ സംഗീതത്തിലുണ്ട്. അലീന, അലീന. എത്രയോ വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹസമ്മതം വാങ്ങാൻ പിരിഞ്ഞുപോയ കാമുകൻ തിരിച്ചു വരാതെ തൻ്റെ കാമുകിയെ വിളിക്കുകയാണ്.
He will come. എന്റെ മഹേശ്വർ ഇവിടെ വരും. ആ സപ്തസ്വരമണികൾ വായിക്കും. എന്നെ ഇത്രയും കാലം തനിച്ചാക്കിയതിന്റെ കാരണം എന്നോട് പറയും. എനിക്കത് കേൾക്കണം. അത് നിങ്ങളുടെ കഥ. അതിന് എന്നെ എന്തിനു കഷ്ടപ്പെടുത്തി? എന്റെ പഠിത്തം എന്തിനു നശിപ്പിച്ചു? എന്നെ എന്തിനു ഇവിടെ നിന്ന് പുറത്താക്കി? ഇപ്പോഴും പറയുന്നു, അന്നും ഇന്നും ഞാനല്ല അത് വായിച്ചത്, മറ്റാരോ ആണ്. മറ്റാരോ. അത് അയാളുടെ കൈയക്ഷരമല്ലേ? ആ സംഗീതമല്ലേ നിങ്ങൾ കേൾക്കാറ്? മറ്റാർക്കും അറിയാത്ത ആ സംഗീതം ഞാൻ എങ്ങനെയാ വായിക്കുന്നത്? ശരിയാണ്. ഇത് നിങ്ങൾക്കറിയില്ല. Oh God. ദൈവമേ, ഞാനെന്താ അങ്ങനെ ചിന്തിച്ചില്ല. മാപ്പ്. എനിക്ക് മാപ്പ് തരണം. നഷ്ടപ്പെടുത്തിയ ജീവിതം എങ്ങനെ തിരിച്ചു തരണമെന്ന് എനിക്കറിയില്ല. തെറ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു. എന്ത് പ്രായശ്ചിത്തവും ചെയ്യാം. വീണ്ടും പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി തരട്ടെ. ചോദിച്ചോളൂ. കുറെ പണം തരട്ടെ. അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ മഹേശ്വരന്. പക്ഷേ ഈ കൈയക്ഷരം മഹേശ്വരൻ്റെതല്ല. ഇത് ഞാൻ എഴുതിയതാണ്. മഹേശ്വർ പാടിത്തന്നു, ഞാൻ എഴുതിയെടുത്തു. അവിടെ മാത്രം നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. എനിക്ക് തെറ്റിയിട്ടില്ല മാഡം. ഇത് മഹേശ്വരൻ്റെ കൈയക്ഷരമല്ല എന്ന് എനിക്കറിയാം. ഈ കൈയക്ഷരം അദ്ദേഹം കണ്ടിട്ടില്ല. മഹേശ്വരന് കാഴ്ചയില്ലായിരുന്നു. ആര് പറഞ്ഞു? മഹേശ്വരന് നിങ്ങളെക്കാൾ കാഴ്ചയുണ്ടായിരുന്നു. അദ്ദേഹം കാണാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാഡം. ഇത് മറ്റുള്ളവർ വിശ്വസിക്കില്ല. എന്നും എവിടെയും സത്യം മാത്രമേ പറയാവൂ. എന്നാലേ ഇത്രയും വർഷമായി കാത്തിരിക്കുന്ന നിങ്ങളോട് എന്തുകൊണ്ട് തിരിച്ചു വന്നില്ലെന്ന് മഹേശ്വരന് പറയാൻ കഴിയും. അലീന, ഞാനാണ് മാഡത്തെ വിളിച്ചത്. മാഡം, മാഡം, മാഡം. കണ്ണു കാണാത്ത ഒരാളെ സ്നേഹിച്ച് ഇത്രയും കാലം കാത്തിരിക്കാൻ മാഡത്തിനെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സ് വരുന്ന സമയത്ത് വിശ്വസിക്കുക. ഹി വാസ് ബ്ലൈൻഡ്. ടോട്ടൽ ഡാർക്ക്നെസ്. ആ ഇരുട്ടിൽ ഈ മിന്നൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പ്രകാശം, അതായിരുന്നു അവരുടെ സ്നേഹം. അത് മനസ്സിലാക്കിയതോടെ അവരോടുള്ള സകല ദേഷ്യവും ഇതാ ഈ മഴ പോലെ ഒലിച്ചുപോയി. അവർ പാവമാണ്. എനിക്ക് അവരോടിപ്പോൾ ഒരു പകയുമില്ല.
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ അനുഭവിച്ചു. അവർക്കതിൽ പശ്ചാത്താപമുണ്ടായാൽ അവരുടെ മനസ്സ് ശുദ്ധമാകും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മഹേശ്വരനെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. അല്ല ഫാദർ, ചോക്ലേറ്റ് പോലത്തെ ഒരു പെണ്ണിനെ കരയാൻ വിട്ടിട്ട് അയാൾ എങ്ങോട്ടായിരിക്കും പോയത്? അത് നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ പോരെ. മനോജിന്റെ മുഖത്ത് അടി കിട്ടിയതുകൊണ്ട് തൽക്കാലം റിഹേഴ്സൽ നിർത്തിവെച്ചിരിക്കുകയെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുൻപ് ഫാദർ എഴുതിയ കഥയിൽ ഞാനൊരു മാറ്റം കൂടെ വരുത്തുകയാണ്. ഇന്നു മുതൽ നമ്മുടെ കഥയിലെ നായകനായ നിഖിൽ മഹേശ്വറിന് കാഴ്ചയില്ല. അത്രത്തോളം വേണോ? നമുക്ക് നമ്മുടെ കഥ പറഞ്ഞാൽ പോരെ? പോരാ. നമ്മൾ പറയുന്നത് അലീനയുടെയും അവളുടെ കാമുകനായ നിഖിൽ മഹേശ്വറിൻ്റെയും കഥയാണ്. അലീനയുടെ നിഖിൽ മഹേശ്വറിന് കാഴ്ചയില്ല. ഏത് ശക്തിയാണ് എന്നെ ഇതെല്ലാം തോന്നിപ്പിക്കുന്നത് എന്നെനിക്കറിയില്ല. എന്നാലും ഇന്നു മുതൽ ഞാൻ ആ ശക്തിയെ അനുസരിക്കാൻ പോവുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന സ്നേഹ പറഞ്ഞു. എന്നോടുള്ള വെറുപ്പൊക്കെ മാറിയോ? അതോ ഇപ്പോഴും അതെല്ലാം മനസ്സിൽ തന്നെ ഉണ്ടോ? വെറുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബഹുമാനം തോന്നുന്നു. ഈ പണവും പ്രതാപവും കണ്ട് മറ്റുള്ളവർ തരുന്ന ബഹുമാനമല്ല, അതിനെല്ലാം അപ്പുറം ബഹുമാനിക്കപ്പെടേണ്ട എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. എന്താണത്? എത്ര ഭംഗിയായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത്, അതും ഇത്രയും വർഷമായി തിരിച്ചു വരാത്ത ഒരാളെ. ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. തിരിച്ചു വരാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് എന്നോട് സ്തേവ അച്ഛൻ പറയാറുണ്ട്. കാത്തിരുന്നാൽ നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതമായിരിക്കാം. പക്ഷെ കാത്തിരുന്നില്ലെങ്കിൽ ഇല്ലാതാവുന്നത് മഹേശ്വരന് എന്നോടുള്ള സ്നേഹമാണ്. സ്നേഹം ഒരു വിശ്വാസമാണ്. എനിക്ക് മഹേശ്വരന് ഞാനും ഉണ്ടെന്നുള്ള വിശ്വാസം. ആ വിശ്വാസം എന്നില്ലാതാവുന്നോ അന്ന് ഞങ്ങളും ഇല്ലാതാവും. ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ എൻ്റെ പേര് കണ്ടുപിടിച്ചു? ഞാൻ പറഞ്ഞില്ലേ, മഹേശ്വരൻ്റെ ആ സംഗീതത്തിൽ നിങ്ങളുടെ പേരുണ്ട്. ഉണ്ട്. നിങ്ങളതെങ്ങനെ തിരിച്ചറിഞ്ഞു? അത് വെറും മ്യൂസിക് നൊട്ടേഷനുകളാണ്. ഒരു ഗാനത്തിലെ എ മൈനറും സി മേജറും നോക്കി അവിടുത്തെ വാക്കുകൾ തിരിച്ചറിയാൻ ഒരാൾക്കും സാധിക്കില്ല. സാധിക്കില്ലെന്ന് എനിക്കറിയാം. എഴുതി തന്നാൽ വായിക്കാൻ കഴിയുന്നതല്ല സംഗീതം, അത് പാടിത്തരണം. പാടുന്ന പാട്ടിൻ്റെ സ്വരസ്ഥാനങ്ങളും പദങ്ങളും പാടുന്നവൻ പറഞ്ഞു തരണം. എത്രയോ വർഷം ഞാനിവിടെ പഠിച്ചപ്പോഴും മാഡം ആഞ്ചലീന എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്തപ്പോഴും നിങ്ങൾ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനതെങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞു, എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു. അത്ര എനിക്കറിയൂ. പപ്പ മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. ഈ സെമിത്തേരിയിൽ മിക്ക ദിവസവും ഞാൻ വരും. പപ്പയോട് എല്ലാ വിശേഷങ്ങളും പറയും. എൻ്റെ പപ്പ നല്ലവനായിരുന്നു. ആദ്യമൊക്കെ എതിർപ്പായിരുന്നുവെങ്കിലും ഞാനും മഹേശ്വറും ഒന്നിച്ച് കാണുവാൻ അവസാനം പപ്പയും ആഗ്രഹിച്ചിരുന്നു. പ്രിൻസിപ്പൽ അച്ഛൻ എഴുതിയ കഥയും ഇത് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കഥയൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു തമാശയ്ക്ക് കുട്ടികൾ തുടങ്ങിവെച്ച കഥ എൻ്റെ കഥയായി മാറിയെന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. എൻ്റെ കഥ മറ്റൊരാളിലൂടെ എനിക്കറിയേണ്ട. അതെനിക്ക് ജീവിച്ച് തീർക്കാനുള്ളതാണ്. എനിക്കും മഹേശ്വരനും ഇനിയും ഒരുപാട് കാലം ജീവിക്കണം. ഒന്നിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ ഇല്ലേ? എന്നെ ഓർത്തുകൊണ്ട് അദ്ദേഹം എവിടെയോ ഉണ്ടാവില്ലേ? ഉണ്ടാവണം, എവിടെയോ ഉണ്ടാവണം. 5 വർഷത്തോളം അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യായിരുന്നു? 5 അല്ല, 6 വർഷത്തോളം എൻ്റെ അടുത്തുണ്ടായിരുന്നു. മഹേശ്വർ യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് ഒരു ദുഃഖം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് ചെയ്തുകൊണ്ടിരുന്ന സംഗീതം
അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സംഗീതം പകർത്തിയെടുത്തത് ഞാനായിരുന്നു. അതിലൊരു കടലാസ് എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. അതാണ് എനിക്ക് അന്ന് കൊണ്ടുവന്ന് തന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് രാത്രികാലത്ത് സപ്തസ്വരമണികളിൽ ഞാൻ വായിക്കുന്നതായി മാഡം കേട്ടത്. ഇനി അങ്ങനെ പറയരുത്. അത് നിങ്ങൾ വായിച്ചതല്ല. ഇത്രയും വർഷങ്ങളായി അത് തന്നെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതാവാം. അത് മനസ്സിലാക്കാതെ ഞാൻ ചെയ്തൊരു തെറ്റ് നിങ്ങൾക്കൊരു മഹാവേദന സമ്മാനിച്ചു. ഇപ്പോ ഞാൻ കാണാൻ വന്നതുപോലും അതിനൊരു പ്രായശ്ചിത്തമായിട്ട് കരുതണം. ഒരപേക്ഷയുണ്ട്. കുട്ടികളുടെ ആ പ്രോഗ്രാം തീർത്തു കൊടുക്കണം. അവർ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നെന്ന് പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് പറഞ്ഞു. കുട്ടികൾ മാത്രമല്ല, ഞാനും നിങ്ങളെപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മഹേശ്വരന് കാഴ്ചയുണ്ടായിരുന്നില്ല. ഹി വാസ് ബ്ലൈൻഡ്. ഇതിലൂടെ കൈപിടിച്ച് അദ്ദേഹത്തെ ഞാൻ പലതവണ നടത്തിയിട്ടുണ്ട്. ഈ വെളിച്ചത്തിൽ അന്ന് അദ്ദേഹം എന്ത് കണ്ടുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കാണുമ്പോഴുള്ള ആഹ്ലാദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ത്രസിക്കുന്നത് ഇതാ ഇവിടെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. Still it's here. Touch me. You can feel it. ഉണ്ടോ? Do you feel it? യെസ്, യെസ്, എനിക്കത് കിട്ടുന്നുണ്ട്. മഹേശ്വർ എവിടേക്കാണ് എന്നെ വിട്ട് പോയിക്കളഞ്ഞത്? വളരെ കാലത്തിന് ശേഷം ഞാനിന്ന് മഹേശ്വറിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞു. ഇത് വായിക്കുന്നത് കേട്ടിട്ട് വന്നതാ. എന്താ നിർത്തിക്കളഞ്ഞത്? ഈ സമയത്തൊന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ വരാൻ പാടില്ല. ഞാൻ വന്ന അത്ര ഇഷ്ടമായില്ല അല്ലേ? ശരി, അവിടെ ഇരുന്ന് വായിച്ചോളൂ. മാഡം ആഞ്ചലീന ഇഗ്നീഷ്യസിനെ കേൾപ്പിക്കാൻ വേണ്ടി വായിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവർ ആഞ്ചലീന ഇഗ്നീഷ്യസ് അല്ല, അലീന. അലീന ഇഗ്നീഷ്യസ് തിരിച്ചു വരാത്ത കാമുകനെയും കാത്ത് വേദനിച്ച് ജീവിക്കുന്നൊരു പാവ സ്ത്രീ. അവരെക്കുറിച്ച് തമാശയായി പോലും സംസാരിക്കരുത്. അവരാണോ അലീന? അവരാണ് അലീന. അവരെ കേൾപ്പിക്കാൻ വേണ്ടി ഞാനല്ല ഇത് വായിക്കുന്നത്. പിന്നെ പോയി കിടക്ക്. ഇല്ല, എനിക്ക് കേൾക്കണം. നിങ്ങളിത് വായിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഞാനും അത് കേട്ടു.
ചില രാത്രികളിൽ ഇതിങ്ങനെ തനിയെ വായിക്കുന്നത് ഞാനും കേൾക്കാറുണ്ട്. വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ? അല്ല, സത്യമാണ്. ഇതാ നമ്മുടെ ഇത്രയും അടുത്ത് ഇവിടെ എവിടെയോ ആരോ ഉണ്ട്. യെസ്, കണ്ടോ? നീ പേടിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. വെറുതെ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ. എനിക്കറിയില്ല. ഞാൻ പറയുന്നത് പേടിക്കാതെ കേൾക്കണം. നിന്നെയും ഇരുത്തി സൈക്കിൾ കൊണ്ടുപോയി ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ അറിയാതെ ഇടിച്ചതല്ല. ആ സമയം ഞാൻ അങ്ങനെ ഒരു ഗേറ്റ് അവിടെ കണ്ടിട്ടേയില്ല. ഞാനിവിടെ വന്നത് പ്രിൻസിപ്പൽ അച്ഛൻ എഴുതി തന്ന ഏതോ ഒരു മേരിയുടെ കഥ പറയാനാണ്. പക്ഷേ അത് മാഡത്തിൻ്റെ കഥയായി ആരോ എന്നെ കൊണ്ട് മാറ്റി പറയിക്കുന്നു. അതാരാണ്? മരിച്ചുപോയ അവരുടെ പപ്പയാണോ? അതോ ഇതുവരെ തിരിച്ചു വരാത്ത അവരുടെ കാമുകൻ മഹേശ്വരാണോ? എനിക്കൊന്നും അറിയില്ല. ഒന്നെനിക്കുറപ്പാണ്, ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. യെസ്, somebody wants to say something to someone. നോക്കടാ, നീ മനസ്സിലിട്ടിടക്കണം നിന്റെ കരളിന്റെ കരള്. ആദ്യരാത്രിയും കഴിഞ്ഞ് ഹണിമൂണിന് പോണ കണ്ട. നമുക്കൊക്കെ പകല റിഹേഴ്സല്, മൂപ്പത്തിക്ക് മാത്രം രാത്രിയിൽ. അവിടെ ഒരു കെട്ടിപ്പിടുത്തുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. അയാൾ ഡീസൻ്റെടാ. എടാ നീ വരുന്നോ? നമുക്ക് ആൾക്ക് ഇരുട്ടത്തൊന്ന് പൊട്ടിച്ചാലോ? ഇരുട്ടത്തിട്ട് ഒന്ന് പൊട്ടിച്ചാലേ ആള് വെളിച്ചത്തിട്ട് നമ്മ രണ്ടു പൊട്ടിക്കും. ആ പരിപാടിക്ക് ഞാനില്ല. അതോടെ നീ നേരത്തൊരു പട്ടി. പട്ടി? നീ വിട. കല്യാണം പട്ടിക്ക് ദേഷ്യം വരും. കല്യാണത്തിനാ അയ്യോ എന്താ സ്പീഡ്? നേരെ വന്ന ഒറ്റയടി. ഈ നേരത്തെ ഇത്രയും സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇത് സ്വപ്നം കണ്ടതാ. ആൽബർട്ടോ, ഇതിനകത്ത് വന്ന് കിടക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വൃത്തിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിന് വന്നതാ.
ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ആദ്യമായിട്ടാണോ കുതിരവണ്ടി കാണുന്നത്? പപ്പയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കുകയാണ്. ഇങ്ങനൊരു കുതിരവണ്ടി പപ്പയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ എന്താ കാരണം? സ്തേവാച്ചൻ പറഞ്ഞിരുന്നോ? ഇല്ല, അതൊന്നും അല്ല. ഈ കുതിരവണ്ടി, അതെ ഇത് തന്നെ. ഞാൻ ഈ കുതിരവണ്ടി സ്വപ്നം കണ്ടു. ശരിക്കും നല്ലൊരു പേടിപ്പിക്കുന്ന സ്വപ്നം. ഇതേ വണ്ടി മുന്നിലേക്ക് ഓടിച്ചെന്നപ്പോൾ ഞാൻ മാറാനായി കുതിരക്കാരൻ അലറുന്നത് വരെ ഞാൻ കേട്ടു. അത്തരം സ്വപ്നങ്ങൾ ഞാനും ഒരുപാട് കാണാറുണ്ട്. ടെൽമി, അകത്ത് ഞാനുണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. എന്നാൽ പീയൂഷ ഉണ്ടായിരുന്നോ? ആരാത് പീയൂഷ? പീയൂഷ ഞങ്ങളുടെ കുതിരയാണ്. ഈ വണ്ടിയിൽ എന്നെയും മഹേശ്വരനെയും എല്ലായിടവും കൊണ്ടുപോകുന്നത് അവളായിരുന്നു. ഇതിൽ 2 കുതിരകളുണ്ടല്ലോ. ഉണ്ട്, പീയൂഷയും പ്യൂണോയും. പീയൂഷയ്ക്കായിരുന്നു മഹേശ്വരനെ ഏറ്റവും ഇഷ്ടം. ആ, ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ? ആരെ? വരൂ. മഹേശ്വരാണല്ലേ? ഈശ്വര, he was so young. ഇത്ര ചെറുപ്പത്തിലെ ഇത്ര മനോഹരമായ സംഗീതമൊക്കെ. ഈ ചിത്രത്തിലേക്ക് നോക്കി ഞാൻ ഇന്നത്തെ മഹേശ്വരനെ സങ്കല്പിക്കും. മുൻവശത്തെ മുടി കുറെ കൊഴിഞ്ഞിട്ടുണ്ടാകും. കാഴ്ചയില്ലാത്തതുകൊണ്ട് മുഖം എപ്പോഴും ഉയർത്തിപ്പിടിച്ചാണ് മഹേശ്വർ നടക്കാറ്. ആ തലയെടുപ്പ് ഇപ്പോഴും കാണും. മുഖത്ത് ചുളിവുകളുണ്ടാവും, എന്നാലും കണ്ണുകളിലെ ആ തിളക്കം പോയി കാണില്ല. എന്നെ ഓർക്കുന്നുണ്ടാവും. മഹേശ്വർ ഒരിക്കലും എന്നെ മറക്കില്ല. എന്താ സർ, വണ്ടി വേണോ? ഒരാളെ ഇടിച്ചു വീഴ്ത്താൻ പറ്റിയ വണ്ടി വേണം. അങ്ങനെ വണ്ടി ഉണ്ടോ? ഇയാൾക്ക് ഇടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി വേണോ? അത്ര അതിനെന്താ, കൊടുക്കാമല്ലോ. നമ്മുടെ വണ്ടി ഇടിക്കാൻ ബെസ്റ്റാ. ഇത് മതിയോ സാറേ? എന്നെ ഇടിച്ചിട്ടിട്ട് ഈ കുതിര വണ്ടിയും കൊണ്ട് നീ എവിടം വരെ പറക്കും? ഈ ലോകത്തിൻ്റെ അവസാനം വരെ പറക്കോ? പറന്നാൽ അവിടെയും ഞാൻ എത്തും. അതാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് നിന്നെ ആരയച്ചോ അവനോട് ചെന്ന് പറ.
രക്ഷപ്പെട്ടു അല്ലേ? ഇതിവിടെ പതിവാ. തലയ്ക്ക് അടി കിട്ടി കുറേ എണ്ണ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. മരത്തിന് വളം അല്ല, എന്തോ പറയാനാ. ഈ സ്ഥലം അത്ര നന്നല്ല സാറേ. സാർ സൂക്ഷിക്കണം. ചില ആൾക്കാർ തേനീച്ച മാതിരിയാ. സ്വയം ചത്താലും അവര് കുത്തിക്കൊല്ലാതെ വിടുകയില്ല. അവളാണ് അലീനയെന്ന് സ്നേഹ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. മഹേശ്വർ സപ്തസ്വര മണികൾക്കരികിൽ ഇരിക്കുന്നു. അലീന അവനെ കാണുവാൻ വന്നിരിക്കുന്നു. അതാണല്ലേ ഈ രംഗം? അതെ, ഈ കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിലൊന്നാണിത്. നിങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് വരാതിരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ പറയുന്ന കഥയിൽ എവിടെയോ ഞാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മഹേശ്വർ, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാനൊന്ന് കാണാൻ വന്നതല്ലേ. അലീന, നീ എനിക്ക് സ്വന്തമാവുന്നത് വരെ എന്നിൽ എപ്പോഴും ഈ ഭീതി ഉണ്ടാവും. എനിക്ക് ചുറ്റുമുള്ള ഈ കറുത്ത വെളിച്ചം നിന്റെ ശബ്ദത്തിന്റെ പിറകിൽ മറ്റാരുടെയോ കാൽപര്യമാറ്റം എനിക്ക് കാണിച്ചു തരുന്നു. നമ്മളിവിടെ തനിച്ചാണ്. നോക്കൂ, എന്നോടൊപ്പം ഇവിടെ മറ്റാരും വന്നിട്ടില്ല. എന്തേ? എന്റെ കഥ ഞാൻ തന്നെ കാണുന്ന അവസ്ഥ. ഇതൊരിക്കൽ മഹേശ്വർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അലീന, നീ എന്തിനിങ്ങനെ പപ്പ അറിയാതെ എപ്പോഴും ഇവിടേക്ക് വരുന്നു? ഇതുപോലെ പപ്പ അറിയാതെ മഹേശ്വരനെ കാണാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഓ, എത്രയോ തവണ. മഹേശ്വരനെ കാണാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കാറില്ല. അതൊരു ദേവസാന്നിധ്യമാണ്. എന്നും സംഗീതം, എപ്പോഴും സംഗീതം. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. മന്ത്രകോടി നെയ്തൊരുങ്ങി, പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി, മംഗല്യപ്പന്തലൊരുങ്ങി. എന്നുവരും നീ തിരികെ, എന്നുവരും നീ, എന്നുവരും നീ തിരികെ, എന്നുവരും നീ. എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടുമെന്നു നീ പോയി വരും. ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ
മഴവില്ലിൻ പൂഞ്ചിറകിൽ ഞാൻ അരികത്തായി ഓടിയെത്താം. ഇനി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതൻ സ്വരം. അലീന 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 കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്. ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുന്നൊരു വെൺപിറാവ്. അലീന, പോകൂ, വീട്ടിലേക്ക് പോകൂ. ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഈ നിൽക്കുന്ന ഒരേ ഒരു മകളെ എനിക്കുള്ളൂ. അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. നീ കള്ളനാണ്. കാഴ്ചയില്ലാത്ത നിന്നെ ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെടില്ല. അലീന നിന്റെ ചതിയിൽ വീണുപോയി. എനിക്കവളെ നിന്നിൽ നിന്ന് രക്ഷിക്കാനും കഴിയുന്നില്ല. ഏത് മുഹൂർത്തത്തിലാണ് നിന്നെ ഞാൻ അവളെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ എത്രയോ മാർഗങ്ങളുണ്ട്. അവളെ രക്ഷിക്കാൻ എന്റെ കയ്യിൽ എത്രയോ മാർഗങ്ങളുണ്ട്. അതല്ല ഡയലോഗ്. എന്റെ മകളെ നീ മറക്കണം. അതിന് പകരം എന്തും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. കാഴ്ചയില്ലാത്ത നിന്റെ കൂടെ എന്റെ മകൾ ജീവിക്കുന്നത് കാണാൻ ഞാൻ ഉണ്ടാവില്ല. അവൾ പിൻവാങ്ങിയില്ലെങ്കിൽ അവൾക്ക് പകരം നിന്നിൽ നിന്ന് നിന്റെ സംഗീതത്തെ ഞാൻ മുറിച്ചെടുക്കും. ഇതുപോലെ മുറിച്ചെടുക്കും. നിങ്ങൾ എന്താണ് കാണിച്ചത്? ഇത് കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇതാണോ എന്റെ പപ്പ? Do you know my father? My father was great. Greater than anyone in this world. നിങ്ങൾക്ക് ഈ കഥ എവിടെ നിന്ന് കിട്ടി? അത് മാഡം കഥയില്. No, എനിക്കൊന്നും കേൾക്കണ്ട. I don't want to hear anything. Disperse everybody and clear this college. നിങ്ങൾ ഈ കാണിച്ചത് ക്രൂരതയാണ്. കഥയിലാണെങ്കിൽ പോലും ഇത്രയും വർഷമായി ഞാൻ കാത്തിരിക്കുന്ന മഹേശ്വരന്റെ കൈവിരലുകൾ എന്റെ കൺമുന്നിൽ വെച്ച് വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കിനി നിങ്ങളെ കാണണ്ട. മോനെ, നീ എന്തായി കാണിച്ചത്? ഒന്നുമില്ല. ഞാനെന്തോ പെട്ടെന്ന് അങ്ങനെ. എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല. നേരത്തെ എഴുതിയത് അതായിരുന്നില്ല. അവൻ കൈ വലിച്ചത് നന്നായി, അല്ലെങ്കിൽ അവൻ്റെ വിരലുകൾ പോയനെ. സപ്തസ്വരമണികൾക്ക് പകരമല്ലേ നമ്മളവിടെ ആ മേശ ഇട്ടത്? അതിലേക്ക് പിടിച്ചു വെച്ചല്ലേ ഞാൻ മഹേശ്വരന്റെ കൈവിരലുകൾ വെട്ടിയത്? അതെ. യെസ്. എന്താ നോക്കുന്നത്? കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാരോ വെട്ടിമുറിച്ചത് പോലില്ലേ? എനിക്കുറപ്പാണ് മഹേശ്വരന്റെ കൈവിരലുകൾ ഇവിടെ വെച്ച് ആരോ വെട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ചോരയുടെ മണം കിട്ടുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു.
പരമേശ്വരൻ. പരമേശ്വരനും പാർവതി ഒന്നും വരില്ല. ഇങ്ങോട്ട് വന്നാൽ അയാളെ ഇതിനകത്തിട്ട് ഞാൻ തല്ലും. അങ്ങനെ സംഭവിച്ചാൽ അതിന് കാരണക്കാരി നിങ്ങളായിരിക്കും. ക്ഷണിച്ച് വരുത്തി അവമാനിച്ചെന്ന് പറഞ്ഞ് അധികാരത്തോടെ റിഹേഴ്സൽ നിർത്തിച്ചില്ലേ? എന്നെ തെറ്റുകാരനാക്കി എല്ലാ കുട്ടികളും ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ? ഒന്നും പറയാതെ നിന്നത് നിങ്ങളെ പേടിച്ചിട്ടല്ല, നിങ്ങളെ ഓർത്ത് വേദനിച്ചിട്ടാ. ഇപ്പോഴും പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാണ്. വിശ്വാസമില്ല എന്റെ കൂടെ വാ, അവന്റെ ചോരയുടെ നനവ് ഞാൻ കാണിച്ചു തരാം. പുറത്തു പോകുന്നുണ്ടോ നിങ്ങൾ? എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞിട്ടേ പോകൂ. കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങൾ ചതിയനാണ്. ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങൾ എന്നോട് പകരം വീട്ടുകയാണ്. ഒരവസരം കിട്ടിയപ്പോ എന്റെ സ്വന്തം ജീവിതം തന്നെ എനിക്ക് മുന്നിൽ നാടകമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. എന്റെ പപ്പയെയും മഹേശ്വരനെയും വികൃത വേഷം കെട്ടിച്ച് നിർത്തി നിങ്ങൾ എന്നോട് പക തീർക്കുകയാണല്ലേ? ഞാനത് സമ്മതിക്കില്ല. പകയുണ്ടായിരുന്നെങ്കിൽ അത് തീർക്കാൻ വിശാൽ കൃഷ്ണമൂർത്തിക്ക് ഒരു നാടകത്തിന്റെ ആവശ്യമില്ല. ഒരിക്കൽ ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം നിങ്ങൾ മറന്നു. അലീന എന്ന് വിളിച്ചത് മറന്നു, അവന്റെ സംഗീതം കേട്ടത് മറന്നു. എന്നെ വിശ്വസിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. എന്നോട് കാണിച്ച തെറ്റിന് പകവീട്ടാനല്ല ഞാൻ വന്നത്, എന്നെ വരുത്തിയതാണ്. ആര് വരുത്തിയാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് പോണം. വരുത്തിയെന്ന് ഞാൻ പറയുന്നത് നിങ്ങളോ പ്രിൻസിപ്പൽ അച്ഛനോ അല്ല, മറ്റാരോ ആണ് എന്നെ ഇവിടേക്ക് വരുത്തിയത്. അല്ലെങ്കിൽ ആരാ എനിക്കിതൊക്കെ തോന്നിപ്പിക്കുന്നത്? ആരാ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത്? മരിച്ചുപോയ നിങ്ങളുടെ പപ്പയാണോ, അതോ നിങ്ങൾ കാത്തിരിക്കുന്ന മഹേശ്വരോ? പറയാ. ഞാൻ പറയുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന മഹേശ്വർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കേൾക്കണം. എന്നും തുടച്ച് വൃത്തിയാക്കുന്ന ആ സപ്തസ്വര മണി കളിച്ചു നോക്ക്. അവന്റെ കൈവിരലുകൾ വെട്ടിമാറ്റിയ കത്തിയുടെ പാട് നിങ്ങൾക്കതി കാണാം. പകരം വീട്ടാൻ പറയുന്നതല്ല. എന്നോ ഒരിക്കൽ അവൻ അനുഭവിച്ച വേദന അറിഞ്ഞു പറയുകയാണ്. അവന്റെ കൈവിരലുകൾ ആരോ മുറിച്ചു കളഞ്ഞു. ഇതാ ഇതുപോലുള്ള 3 or 4 വിരലുകൾ ഇല്ലാതെ മഹേശ്വർ എവിടെയോ മറഞ്ഞു നിൽപ്പുണ്ട്. ഒന്നുകിൽ തിരിച്ചു വരാനുള്ള ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത മറ്റേതോ സംഗീത ലോകത്തിൽ. എനിക്കത് ഉറപ്പാണ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല. അത് വെറും കഥ, നിങ്ങൾ ഉണ്ടാക്കിയ കഥ. ഞാൻ ഉണ്ടാക്കുന്ന കഥയല്ല മാഡം, എനിക്കാരോ പറഞ്ഞു തരുന്ന കഥ, എനിക്ക് സത്യമാണെന്ന് തോന്നുന്ന കഥ. എനിക്കത് കേൾക്കേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്, നിങ്ങളോട് പറയേണ്ടി വരുന്നതിൽ വേദനയുണ്ട്. മഹേശ്വരനെ സ്നേഹിക്കുന്നതും കാത്തിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം, വരുന്നതും വരാതിരിക്കുന്നതും അയാളുടെ ഇഷ്ടം. എനിക്കതൊന്നും അറിയണ്ട. പക്ഷെ എൻ്റെ പിന്നാലെയുള്ള ആരുടെയോ സഞ്ചാരം ഉണ്ടല്ലോ. നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ശരി, അത് കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഈ വില്യം ഇഗ്നീഷ്യസ് എങ്ങനെയാണ് മരിച്ചത്? അങ്ങേര് എന്തോ അപകടത്തിൽ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ മഹേശ്വരനെ മാഡം വിവാഹം കഴിക്കുന്ന സങ്കടം കാരണം ആത്മഹത്യ ചെയ്താണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മാഡം അത് പറയില്ലേ? മഹേശ്വരന് കണ്ണു കാണാൻ പാടില്ലാത്ത കാര്യം മാഡം ഇതുവരെ ഫാദറിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതും അതുപോലെ പറയാതിരുന്നതാണെങ്കിലോ? ഇല്ല, മാഡം ഒരിക്കലും കളവ് പറയില്ല. വില്യം ഇഗ്നീഷ്യസ് മരിച്ചതുകൊണ്ടായിരിക്കുമോ മഹേശ്വർ വരാതിരുന്നത്? മരിച്ചു എന്നറിഞ്ഞാൽ സ്നേഹമുണ്ടെങ്കിൽ വരിയല്ലേ വേണ്ടത്? ഇത് അയാൾ മാഡത്തെ പറ്റിച്ചതാണ്. ഫാദർ, നമുക്ക് ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഒന്നുകൂടെ നോക്കിയാലോ? വില്യം ഇഗ്നീഷ്യസ് പണ്ട് എഴുതിയ വല്ല ഡയറികൾ അതിനകത്തുണ്ടെങ്കിലോ? ഓ, അതൊക്കെ തപ്പിയെടുക്കണം. ഈ രാത്രി പോയി പുസ്തകം വായിക്കണോ? ഫാദറിന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ വാ. അതൊരു പ്രാവല്ലേ? അതെ. ഇനി അതും വല്ല ശബ്ദവും മാത്രമാണോ? വേണ്ട പ്രാവ് വേണ്ട. നീ ഏത് പുസ്തകമാണ് നോക്കുന്നേ? വില്യം ഇഗ്നീഷ്യസിനെ കുറിച്ചും മാഡത്തെ കുറിച്ചും അറിയാവുന്ന അവരുടെ പഴയകാല റെക്കോർഡുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. അത് ഫിസിക്സ് കെമിസ്ട്രിയാ മോനെ. ദാ ആ ഷെൽഫിൽ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്.
നീ എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? അതാരാ ആ കണ്ണാടി? ഇത് നീ ഇപ്പോഴാണോ കാണുന്നത്? കുറെ കാലമായിട്ട് ഇത് സ്റ്റോർ റൂമിലായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലെങ്ങാണ്ട സയൻസ് എക്സിബിഷന് വേണ്ടി പ്രൊഫസർ അച്ഛനും കുട്ടികളും ചേർന്ന് കോർത്തെടുത്ത് സ്റ്റാൻഡിലാക്കി ഇതിനകത്ത് വെച്ചു. വാങ്ങിച്ചതാണോ? നല്ല ഒറിജിനൽ അഷ്ടകൂടമാ. ഇതുപോലത്തെ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലും കിട്ടും. ഒറിജിനലിന് അതിൻ്റെതായ ഒരു അന്തസ്സില്ലേ? ഇതെവിടുന്നാ കിട്ടിയത്? പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ കെട്ടിടം പണിക്ക് കുഴിയെടുത്തപ്പോ കിട്ടിയതാ. വീണ്ടും കുഴിച്ചിടാന്ന് പറഞ്ഞ് അന്നത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഇവിടെ എടുത്തു വെച്ചു. എന്താ വല്ല പരിചയം തോന്നലുണ്ടോ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? വിരലേതെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ നോക്കായിരുന്നു. ദേ, ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. അച്ഛനെ പേടിയുണ്ടോ? എന്ത് പേടി? ഇതിനകത്ത് കയറിയപ്പോ എന്താണെന്നറിയില്ല, നീ ഒപ്പം ഉള്ളത് കൊണ്ട് കുറച്ച് ധൈര്യം കിട്ടി. വേറെ ചില പുസ്തകങ്ങൾ അപ്പുറത്തെ മുറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അല്ല പിന്നെ അതെ, 4-5 കിട്ടിയിട്ടുണ്ട്. അവനിത് എവിടെ പോയി? എടാ മോനെ, അവൻ പോയോ? കണ്ടോ, തനിയെ തിരിയുന്നത് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. എന്നോ നാട് വിട്ട ഒരുത്തൻ്റെ പിന്നാലെ തിരക്കി ചെല്ലാൻ നീ അവൻ്റെ ആരാ? ആരുമല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, വിട്ടുകളാ. എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് കുതിരവണ്ടി കാണാൻ അലീനയുടെ ബംഗ്ലാവിൽ വന്ന അന്നു മുതൽ നിന്റെ പിറകെ ഞാനുണ്ട്. ഇന്നു നീ വീണ്ടും അവിടെ ചെന്ന് എന്തൊക്കെയോ വീരവാദം പറഞ്ഞ് അവളെ പേടിപ്പിച്ചുവെന്നും ഞാൻ അറിഞ്ഞു. നിനക്കെന്താ? മാഡം, നിന്റെ പേരുച്ചരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആൽബർട്ടോ. നീയായിരുന്നല്ലേ വില്യം ഇഗ്നേഷ്യസിന്റെ കുതിരക്കാരൻ? നേരാ, അന്ന് ഞാൻ കുതിരക്കാരനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അവളുടെ കാവൽക്കാരനാ. അവനെയും കാത്തിരുന്ന് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നീ ഇനി അവളെ ഉപദ്രവിക്കരുത്. അവന്റെ പിന്നാലെയുള്ള നിന്റെ ഈ പോക്ക് ഈ കാറ്റോടുകൂടി അവസാനിക്കണം. എത്രയും വേഗം നീ ഇവിടം വിട്ടു പോണം. പോയില്ലെങ്കിലോ? നീ പോകും. നിന്നെ പറഞ്ഞയക്കാനുള്ള വിദ്യകൾ എൻ്റെ കയ്യിലുണ്ട്. ദാ കണ്ടില്ലേ, രക്ഷകളാ. ഞാനൊന്ന് ചൂളമടിച്ചാൽ മതി, പട്ടികൾ പറന്നു വരും. നിലവിളിക്കാൻ പോലും സമയം തരാതെ
അവ നിന്നെ ജീവനോടെ കടിച്ചു പറിക്കും. ആ വേദന അനുഭവിക്കണമെന്നുണ്ടോ? എന്നെ വെല്ലുവിളിച്ച് രക്ഷപ്പെട്ടുവെന്ന് നീ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ആൽബർട്ടോ! വേണ്ട, എന്നോട് ഈ കളി വേണ്ട. എന്നെ തടയാൻ നിനക്ക് കഴിയില്ല. നിന്നെ തളയ്ക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ആൽബർട്ടോ, നിന്റെ വാക്കുകൾക്ക് അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ മരങ്ങൾക്കിടയിൽ നമ്മൾ ഒരാൾ ചത്തു വീഴും മുമ്പ് അവരോട് പോയി സത്യം പറ. അവർ കാത്തിരിക്കുന്ന മഹേശ്വരന്റെ വിരലുകൾ വെട്ടിയത് ആരാണ്? ആൽബർട്ടോ! 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 എത്രയോ കൊല്ലം മുമ്പ് നാടുവിട്ട ഏതോ ഒരുത്തന്റെ തലവിധി അറിയാൻ നീ എന്തിനായിപ്പോ ഇങ്ങോട്ട് വന്നത്? ചാവാനോ? നിനക്കിതിനകത്തെ കണ്ണുമൂടുന്ന മഞ്ഞറിയില്ല. ഈ മരങ്ങളുടെ നിഴലിൽ പതിയിരുന്ന് തലവിട്ടിയെടുക്കുന്ന വിദ്യ അറിയില്ല. ഓ ഓ ആൽബർട്ടോ, രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. നീ പറഞ്ഞത് ശരിയാണെന്ന് അലീനോട് ഞാൻ പറയാം. രക്ഷിക്ക്. ഇറങ്ങരുത്. ഇറങ്ങിയാ നീ താണുപോകും. ഇളകാതെ നിൽക്ക്. നിന്നെ ഞാൻ രക്ഷിക്കാം. എനിക്ക് നിന്നെ കൊല്ലണ്ട. പക്ഷെ നീ സത്യം പറയണം. നിനക്കറിയാവുന്നതെല്ലാം അലീനയോട് പറയണം. ഇതെനിക്ക് വിധിച്ചതാ. ആരാന്നറിയോ? അവൻ നിന്നെ എന്റെ അടുത്തെത്തിച്ച മഹേശ്വരൻ. അത് നിനക്കറിയാമെങ്കിൽ നീ സത്യം പറ. നീ എന്തിനാ പാവത്തിന്റെ കൈവിരലുകൾ മുറിച്ചത്? ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ചവിട്ടാൻ ഒരു നില കിട്ടിയിരുന്നെങ്കിൽ അവൾ പൂവിട്ട് പൂജിക്കുന്ന അവളുടെ തന്ത വില്യം ഇഗ്നേഷ്യസ് എന്നെക്കാൾ പാപിയാണെന്ന് പറയാനെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി വന്നേനെ. നിനക്ക് ഈ നേരെ ഇവിടുന്ന് കിട്ടി. അവന്റെ വിരലുകൾ ഞാൻ വെട്ടിമുറിച്ചത് അവൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. അലീന!
ഇവിടെ വെച്ച് വേണ്ട, അവനെ പുറത്തേക്ക് കൊണ്ടുപോവാ. ചെല്ല്. Risha, calm down. Come. Risha, come on. Risha, stop. Stop there. You know, stop it. Stop there. Risha, stop. Help! Help! Alberto, help! Alberto! മഹേശ്വരനെ അവർ ജീവനോടെ കുഴിച്ചുമൂടി. എനിക്ക് തോന്നിയത് ശരിയാണ്. ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടായിരുന്നു. അതിനവൻ കണ്ടെത്തിയത് എന്നെയാണ്. ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും വഴികളെല്ലാം തുറന്നതെന്ന് അവനത് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പാവമാണ് മാഡം. ഈ കാലം വരെ ഒന്നും അറിയാതെ പപ്പയുടെ കല്ലറയിൽ പൂക്കൾ വെച്ചും ആ കുതിരക്കാരന് ശമ്പളം കൊടുത്തും അവർ കൊന്നുകളഞ്ഞ മഹേശ്വരൻ വരുന്നത് കാത്തിരിക്കുക. ഞാനിതെങ്ങനെ അവരോട് പറയും? എനിക്കതിന് കഴിയില്ല. മാഡത്തോട് പറയണം, മഹേശ്വർ തിരിച്ചു വരില്ലെന്ന് മാഡം അറിയണം. ആദ്യം വേദനിക്കും, പക്ഷേ തിരിച്ചു വരാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്നത് അതിനേക്കാൾ വലിയ വേദനയല്ലേ? ഇല്ല, എനിക്കത് മാഡത്തോട് പറയാൻ കഴിയില്ല.
മഹേശ്വർ. മാഡം, ഞാൻ കാണുന്നതിനുമപ്പുറം നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ തേടി എന്റെ മഹേശ്വർ വരില്ല. പറയൂ, കൈവിരലുകൾ മുറിഞ്ഞു പോയ എന്റെ മഹേശ്വരനെ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ എന്റെ മഹേശ്വരനെ ഒന്ന് കാണിച്ചു തന്നൂടെ? മാഡം, മാഡം അങ്ങോട്ട് പോകരുത്. മാഡം, അവരെങ്ങോട്ടാ പോകുന്നത്? ലൈബ്രറി ഹാളിലേക്ക്. മാഡം അങ്ങോട്ട് ചെല്ലരുത്. നീ അതിനകത്ത് കണ്ണാടിക്കൂടിൽ ഒരു അസ്ഥി കൂടെ കണ്ടിട്ടില്ലേ? അത് മഹേശ്വരാണ്. മാഡം, 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 മഹേശ്വർ,
മാഡം. Chanduru